നമസ്കാരം. വിരാട വിനോദത്തിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം ഇപ്പോൾ കണ്ടതുപോലെ ഫോർട്ട് കൊച്ചിയിൽ കൂടി ഓടി നടന്നുള്ളൊരു യാത്രയാണ്. വെറുതെ ഒന്ന് കറങ്ങി വരാനുള്ള ഒരു യാത്രയ്ക്കാണ് ഇന്ന് ഇറങ്ങിയത്. അങ്ങനെ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ മെട്രോയിൽ കയറി. ഒരാൾക്ക് 50 രൂപയാണ് ഫോർട്ട് കൊച്ചിക്കുള്ള യാത്ര ചാർജ്. വാട്ടർ മെട്രോയിൽ നിൽക്കാൻ വരെ ആളുള്ള തിരക്കായിരുന്നു. ഞായറാഴ്ച ദിവസമാണ് ഈ യാത്ര നടത്തിയത്. അതായത് ബോട്ട് നിറയെ ആളായിരുന്നു എന്ന് ചുരുക്കം. വെളിയിലെ കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരമാണ്. ഇത് ഒരിക്കലും ബോറടിക്കാത്ത ഒരു യാത്രയാണ് ഈ വാട്ടർ മെട്രോയിൽ കൊച്ചി കായലിൽ കൂടിയുള്ള ഈ യാത്ര. അപ്പോൾ ദൂരെ നമ്മുടെ ഈ ഹൈ റൈസ് ബിൽഡിങ്സുകളൊക്കെ കാണാം, കെട്ടിടങ്ങളൊക്കെ കാണാം. ഈ കാണുന്നത് ബോൾഗാട്ടിയാണ്. ബോൾഗാട്ടിയെ ചുറ്റി നമ്മൾ ബോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വളരെ രസകരമായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബോൾഗാട്ടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണെന്ന് നോക്കി. ദൂരെ നമുക്ക് വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഈ കാണുന്നത് കൊച്ചിൻ പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. കൊച്ചിൻ പോർട്ട് നമുക്ക് കാണാം. കൊച്ചിൻ പോർട്ടിൻ്റെ ആ വലിയ ഉയരത്തിലുള്ള ക്രെയിൻസൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാനായിട്ട് സാധിക്കും. ഇത് കൊച്ചിൻ പോർട്ടിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെയാണ്. ഷിപ്പുകളൊക്കെ അടുത്ത് കിടക്കുന്നത് ഒക്കെ കിടക്കുന്നുണ്ട്. കണ്ടെയ്നർ ഒക്കെ ഇറക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. ആ കൊച്ചിൻ പോർട്ടിൻ്റെ വലിയ ക്രെയിൻസാണ് നമ്മൾ കാണുന്നത്. വൈകുന്നേരത്തെ വെയിലിലാണ് ഈ കാണുന്നത്. ദൂരെ ആ ഗ്യാപ്പ് കാണുന്നത് അഴിമുഖമാണ്. അവിടെ നിന്നും അറബിക്കടലിലേക്കുള്ള എൻട്രിയാണ് ആ കാണുന്ന ഭാഗം. ദൂരെ ഒരു കപ്പൽ അവിടെ നീങ്ങുന്ന കാണാം എൻട്രിയിൽ. കുറച്ചുകൂടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ടിൻ്റെ ഈ വലിയ ക്രെയിനുകളുടെ അടുത്തുകൂടെ നമ്മൾ ഇങ്ങനെ കടന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഴിമുഖമാണ് ഈ കാണുന്നത്. അഴിമുഖത്ത് കടലിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്കുള്ള എൻട്രി എന്ന് നമുക്ക് പറയാം. ദൂരെ ആ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയൊക്കെ അടങ്ങുന്ന ദ്വീപ്. കാണുന്നത് കൊച്ചി ബിസരീസ് ബിനാലെയൊക്കെ നടക്കുന്ന ആസ്പിൻവാൾ ഹൗസും പിന്നെ തൊട്ടടുത്ത് കാണുന്നത് ബ്രണ്ടൻ ബോട്ട് യാർഡ് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീരത്തേക്ക് അടുക്കുന്നു. ആ കാണുന്നതാണ് ബ്രണ്ടൻ ബോട്ട് യാർഡ് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടൽ. ഇത് റോറോ അവിടെ കിടക്കുന്നു. അത് വണ്ടി കയറ്റി ഇപ്പുറത്തേക്ക് മെയിൻ ലാൻഡിലേക്ക് എത്തുന്ന വാഹനമാണത്. അങ്ങനെ യാത്ര ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ജെട്ടി, മെട്രോ ബോട്ട് ജെട്ടി. ചീനവലകളൊക്കെ മോഡേൺ ആയിരിക്കുന്നു. നോക്കൂ, നീല വലകളും ഒക്കെ ആയി നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എയർ കണ്ടീഷൻഡാണ് നമ്മുടെ ഈ വാട്ടർ മെട്രോ. അതുകൊണ്ട് തന്നെ അതിനകത്തെ ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. അപ്പോൾ വെളിയിലത്തെ ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാനില്ല. അവിടെ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ചീനവലകളൊക്കെ കണ്ട് ഇഷ്ടംപോലെ ആൾക്കാരോട് സെൽഫിയൊക്കെ എടുത്തൊക്കെയാണ് അവിടെ ഇറങ്ങുന്നത്. നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. ഇവിടെ വാട്ടർ മെട്രോയുടെ ഒരു സ്കെയിൽഡ് മോഡൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഈ അനീഷിനെ കിട്ടി. അനീഷ് 400 രൂപയ്ക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അനീഷിൻ്റെ ഒപ്പം കയറി. അപ്പോൾ ഈ കാണുന്നത് നെഹ്റു പാർക്കാണ്. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള നെഹ്റു പാർക്കാണ്. നെഹ്റു പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡ് ബാസ്റ്റിയൻ ബംഗ്ലാവാണ്. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം. ഇത് 1503 നിർമ്മിച്ച പള്ളിയാണ്. യൂറോപ്യൻസ് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ആദ്യത്തെ പള്ളിയാണെന്ന് വേണമെങ്കിൽ പറയാം. 1503 പോർച്ചുഗീസുകാർ. അതിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. 1524 വാസ്കോ ഡ ഗാമ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെറിയൽ പ്ലേസ് ആയിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ അകത്തൊക്കെ ഒന്ന് കയറി. പള്ളിയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിനുള്ള അനുവാദമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും നമ്മൾ അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഉള്ളിലേക്ക് കയറി എടുത്തിട്ടില്ല. ഇവിടുത്തെ കാഴ്ചകളുണ്ട്. പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലൊന്നും നമ്മളങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ഒന്ന് കയറി ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് അനീഷ് കൊണ്ടുപോകണം. ഈ കാണുന്നതാണ് നമ്മുടെ ബിഗ് ബിയിലുള്ള ബിലാലിക്കായുടെ ബംഗ്ലാവ് വീട്.
ഈ ബിഗ് ബി സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ വീടും എല്ലാവർക്കും ആണ്. ഇപ്പോൾ അതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇതാണ് യേശുദാസിൻ്റെ, നമ്മുടെ പത്മശ്രീ യേശുദാസിൻ്റെ വീടാണ്, അന്നത്തെ വീടാണ്. പക്ഷേ അതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് പ്രിൻസസ് സ്ട്രീറ്റ്. ഇതിപ്പോൾ ഓട്ടോറിക്ഷയിലായതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ അനീഷ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു ഭംഗിയുള്ള റോഡുകളിൽ കൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇത് 1505 പണി കഴിപ്പിച്ച സാന്താക്രോസ് ബസിലിക്ക എന്ന് പറയുന്ന പള്ളിയാണ്. കോട്ടപ്പള്ളി എന്ന് ഇതിന് പേര് പറയാനുണ്ട്. ഇന്ത്യയിലുള്ള ഏതാണ്ട് 36 ബസിലിക്കകളിൽ ഒരെണ്ണമാണ്. കേരളത്തിലുള്ള 9 ബസിലിക്കകളിൽ ഒരെണ്ണം കൂടെയാണ് ഈ പള്ളി. 1503 പോർച്ചുഗീസുകാർ 1505 പോർച്ചുഗീസുകാർ പണിത പള്ളിയാണിത്. മനോഹരമാണ്, വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെയുള്ള ഇന്ത്യൻ ശൈലിയുമൊക്കെ ചേർത്തിട്ടുള്ള ഒരു പള്ളിയാണ്. ഇനി ആ പള്ളിയോടും ഇവിടെ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സൈഡിലൊക്കെ ഗ്രൗണ്ടുകളൊക്കെ കാണാം. ഇതൊക്കെ ഫുട്ബോളിൻ്റെ സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കളിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് LP സ്കൂള്. ആ സ്കൂള് കണ്ട് നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്, എല്ലാം വളരെ പെട്ടെന്നാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ആ ഭംഗിയൊക്കെ ഉള്ള സ്ട്രീറ്റുകളൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിൽ ധാരാളമായിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നത് ഇവിടെ നേവൽ ബേസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മ്യൂസിയത്തിൽ നമ്മൾ കയറി. മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വലിയ ബങ്കേഴ്സിനകത്താണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആദ്യത്തെ ബങ്കറിൽ നമ്മൾ കയറുകയാണ്. അപ്പോൾ നേവിയിൽ ആദ്യകാലത്ത് ഉപയോഗിച്ച തോക്കുകൾ മുതൽ അതിൻ്റെ ചരിത്രങ്ങളെല്ലാം ഇവിടെ പല പല ചിത്രങ്ങളായിട്ടും ആർട്ടിഫാക്ട്സ് ആയിട്ടും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പല പല സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പഴയ ഒരു കോമ്പസാണ്. പല പല മെഷീനുകളൊക്കെ ഉണ്ട്. ആദ്യം അതിൻ്റെയൊക്കെ ഒരു ശൈലിയൊക്കെ നോക്കുകയാണ്. പലതരം കോമ്പാക്റ്റ് മെഷീൻസ്, അതായത് യുദ്ധക്കപ്പലുകൾ, ചെറിയ കപ്പലുകൾ മുതൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യകാലത്തെ പടയാളികളെയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുഞ്ഞാലി മരക്കാർ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബങ്കറിൽ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ വെളിയിലൂടെ നമുക്കൊന്ന് നടക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു മിസൈൽ ലോഞ്ചറാണ്. ഇതാണ് ഈ ബങ്കർ. ഈ ബങ്കറിനകത്താണ് നമ്മൾ ആ കാഴ്ചകൾ കണ്ടത്. മിസൈൽ ലോഞ്ചറിൽ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ട് കോമ്പാക്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ മാതൃക ഇവിടെ വെച്ചിട്ടുണ്ട്. പണ്ട് ലൈഫ് ഉണ്ടായിരുന്ന സാധനമായിരുന്നു, ഇപ്പോൾ ഡെഡാണ്. ഇപ്പോൾ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടും ഇവിടെ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഒരു മിസൈൽ. തൊട്ടടുത്ത് മുകളിലേക്ക് നോക്കിയാൽ ഇതാ ഒരു പഴയ വാട്ടർ ടാങ്ക് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇത് ഇന്ത്യൻ നേവിയുടെ സാധനമാണ്. നമുക്ക് ഈ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ റഡാറിൻ്റെ ഉപകരണങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് ഒരു പൂവൊക്കെ കണ്ട് നമ്മൾ അടുത്ത ബങ്കറിലേക്ക് കാണുകയാണ്. അടുത്ത ബങ്കറിൽ പല പല യുദ്ധക്കപ്പലുകളുടെ മോഡലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ പല പല നേവി ഉദ്യോഗസ്ഥരുടെ ബാഡ്ജുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നേവിയിലെ യൂണിഫോംസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വീഡിയോ റൂമുണ്ട്. ഇവിടെ നേവിയുടെ ചില ഓപ്പറേഷൻസിൻ്റെ എല്ലാം വീഡിയോസ് ഇവിടെ നമുക്ക് ഇരുന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ 3000 BC മുതലുള്ള കടലിൻ്റെ ചരിത്രങ്ങളും ഒക്കെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അന്ന് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പായ്ക്കപ്പലുകളുടെ മോഡലും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അനീഷ് വണ്ടി എടുത്തു. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇനി നമുക്ക് ലക്ഷ്യം മട്ടാഞ്ചേരിയിലേക്കാണ്. ഇനി മട്ടാഞ്ചേരിയിലേക്ക് നമ്മൾ പോയിട്ട് തിരിച്ചു പോയി.
ആ പോകുമ്പോൾ ഇതാ ഈ കാണുന്ന ഗ്രൗണ്ട്, ഇവിടെ കാണുന്ന ഗ്രൗണ്ടിലാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ദൂരെ കാണാവുന്ന ഒരു മരമുണ്ട്. ആ മരത്തിലാണ് ന്യൂ ഇയറിന് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഇല്ലുമിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ന്യൂ ഇയറിന് വളരെ ആഘോഷം നടക്കുന്ന വെളി ഗ്രൗണ്ടാണത്. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയുടെ തെരുവുകളിലേക്ക് എത്തി. ഇത് ഷാലോ പോർച്ചുഗീസുകാരുടെ ശവകുടീരണ്, സെമിട്രിയാണ്. ഇതൊക്കെ പണ്ട് പോർച്ചുഗീസുകാർ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളൊക്കെയാണ് കേട്ടോ. ചിലതിലൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലെ മിക്കതുമൊക്കെ ഹെറിറ്റേജ് കോഫി ഷോപ്പുകളോ ഹോട്ടലുകളോ ഹോം സ്റ്റേകളോ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ മട്ടാഞ്ചേരിയിലെ തെരുവുകളിലേക്ക് നമ്മളെത്തി. ഇവിടെ ജ്യൂ ടൗണിനടുത്ത് ഒരു പോലീസ് മ്യൂസിയം ഉണ്ട് കേട്ടോ. ആ പോലീസ് മ്യൂസിയവും കൂടെ നമുക്ക് കണ്ടിട്ട് പോവാം. പോലീസ് മ്യൂസിയമൊക്കെ എൻട്രി ഫ്രീ ആണ്. അപ്പം നമുക്ക് അവിടെ അകത്ത് കയറി പഴയകാല പോലീസിൻ്റെ ചരിത്രങ്ങളും ഒക്കെ പല പല ആയുധങ്ങളും ഒക്കെ അവിടെ 2-3 സ്റ്റേജുകളിലായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. തൊട്ട് ഓപ്പോസിറ്റ് ഒരു പെർഫ്യൂം ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇതാണ് അനീഷ പെർഫ്യൂം ഫാക്ടറി കാണിക്കാൻ കൊണ്ടുകൊണ്ട്. ഈ പെർഫ്യൂം ഫാക്ടറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. ഈ കാണുന്നത് ഒരു സാമ്പ്രാണി തിരിയാണ് കേട്ടോ, ചന്ദനത്തിരി. ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ നേരെ മുമ്പിൽ കാണുന്നത് ഒരു പെർഫ്യൂം ബോട്ടിലുമാണ്. ഇത് രണ്ടും ലോകത്തിലെ ഏറ്റവും വലുതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ പെർഫ്യൂം ബോട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഈ സാമ്പ്രാണിത്തിരി കത്തിച്ചാൽ ഏതാണ്ട് 1 മാസത്തോളം കത്തും. അതുപോലെയുള്ള ചന്ദനത്തിരിയാണിത്. ഇതും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുള്ളതാണ്. അവിടെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അനീഷ് പറഞ്ഞു ഇനി നിങ്ങൾ ജ്യൂ ടൗണിൽ ഒന്ന് കറങ്ങിയിട്ട് വരും, അന്നേരത്തേക്ക് പുള്ളി വെളിയിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതിയെ ജ്യൂ ടൗണിലൊക്കെ ഒന്ന് കയറി. പക്ഷേ സിനഗോഗ് അടച്ചിരുന്നു. പല പ്രാവശ്യം നമ്മൾ ജ്യൂ ടൗണിൽ വന്നിട്ടുണ്ട്, ഞാനും വേറെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ തൊട്ടടുത്ത് അവിടെ തന്നെയുള്ളൊരു മോക്ക ആർട്ട് കഫേ ഉണ്ട്. അവിടെ കയറി ഒരു ചായയോ കുടിച്ച് പതിയെ പുറത്തേക്ക് ഇറങ്ങി. ചായ അല്ല, ഒരു കോഫിയും ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഈ മോക്ക ആർട്ട് കഫേ വളരെ രസകരമായിട്ട് കാണാൻ ഭംഗിയുള്ള ഒരു ആർട്ട് കഫേയാണ്. ഇതുപോലെ ഒരുപാട് ആർട്ട് കഫേസ് ഫോർട്ട് കൊച്ചിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ പതിയെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാവുന്നതാണ്. പുറത്തിറങ്ങിയപ്പോൾ ചെറുതായിട്ട് ഇരുണ്ട് തുടങ്ങിയെന്ന്, ലൈറ്റൊക്കെ വീണു തുടങ്ങി. അപ്പോൾ ഇനി അനീഷിനോട് പറഞ്ഞു ഞങ്ങൾ ഏതൊക്കെയാലും കൊച്ചി ബീച്ചിലൊന്ന് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതിയെ കൊച്ചി ബീച്ചും കണ്ട് ഇനിയും മെട്രോയിൽ കയറാനുള്ള ഒരു സമയമുണ്ടായിരുന്നില്ല. കാരണം മെട്രോയിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ബസ്സിൽ തന്നെ തിരിച്ചു പോന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ തിരിച്ച് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോരാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.